നമുക്കെല്ലാവർക്കും സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഇത് പേടിയാണ്. നമ്മളൊരു കയറി ഒരു പ്രസംഗം നടത്താനോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ അതേമാതിരി എന്തെങ്കിലും ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ മടി കാണിക്കാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി, ഹൃദയം ഇടിക്കുന്നു, കൈയും കാലും നിറയ്ക്കുന്നു, വേർക്കുന്നു, ഓർത്ത് വെച്ച സാധനമൊക്കെ മറന്നു പോകും. ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കാറ്. അതിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അധികം ആൾക്കാർക്കും ഉള്ളതാണ്. പിന്നെ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കൊല്ലങ്ങളോളം സ്റ്റേജിൽ കയറുന്നവർക്ക് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉണ്ടാവുന്നതാണ്. അതിന് ഒരു ഫിസിക്കൽ റീസൺ കൂടി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. അപ്പോൾ ഈ ഫിസിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് കാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. എന്തെങ്കിലും ഒരു സിംഹമോ പുലിയോ എന്തെങ്കിലും നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തരത്തിലാണ് അത് പ്രതികരിക്കുക. ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ഇതിനെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. നമ്മളെക്കാട്ടിലും നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും. നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടാം. അതാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. ഇത് ബോഡിയുടെ ഒരു റെസ്പോൺസ് ആണ്. നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ചും ഭീതിജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്നുകിൽ ഓടാൻ തയ്യാറെടുക്കും, അല്ലെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കും. നമ്മുടെ ബോഡി തന്നെത്താനെ ചെയ്യുന്ന കാര്യമാണ്. അത് സംഭവിക്കുമ്പോൾ നമ്മുടെ ദേഹത്തിൽ അഡ്രിനാലിൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉണ്ട്. അത് കുറെ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു അത് അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഹൃദയമിടിപ്പും ഈ വിയർപ്പും ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ദേഹം എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കും. ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതായത് നമ്മുടെ മുമ്പിലുള്ള ഒരു എനിമി, അതാരുമാണ് ചാവാം. എനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം എന്നില്ല. ശത്രു ഒരു സാധനമാവണമെന്നില്ല. ശത്രു ചിലപ്പോൾ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതിനെ എതിർക്കാനായിട്ട്, അതിനെ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ഒരു സെക്രീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം അത് നമ്മൾ വിചാരിക്കുന്ന മാതിരി നമുക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഇൻഫാക്ട് വലിയ വലിയ ആക്ടേഴ്സ്, അഭിനേതാക്കളൊക്കെ പറയാറുണ്ട്, അതായത് ഇതില്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് മോശമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ അഡ്രിനാലിൻ ഗ്ലാൻഡ് ആണ് ഇപ്പോൾ ഓട്ടക്കാരെ വളരെ ഒരു നല്ല നിലയ്ക്ക് എത്തിക്കുന്നതും റെക്കോർഡൊക്കെ ഭേദിക്കാനുള്ള ശക്തി അവർക്ക് പകരുന്നതും ഈ അഡ്രിനാലിൻ ഗ്ലാൻഡ് ആണ്. കാരണം ദേഹം ബാക്കി എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കുകയാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മൾ വിചാരിക്കാത്ത മാതിരി നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാനിത് ചെയ്തു, എങ്ങനെ ഞാനത് ഒപ്പിച്ചു. ആ സമയത്ത് നമ്മുടെ ബോഡിയും നമ്മുടെ മനസ്സും നമ്മളെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുക. കാരണം നമ്മുടെ മനസ്സ് പോലും എല്ലാത്തിൽ നിന്നും വിട്ട് അതിന് മാത്രം ഫോക്കസ് ആയിട്ട് വരികയാണ്. അപ്പം ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പം സ്റ്റേജിന്മേൽ കയറി നമ്മളൊരു പ്രസംഗിക്കാനായിട്ട് കയറുമ്പോൾ വരുന്ന സംഭവം ഇത് തന്നെയാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് മനസ്സമാധാനമുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് പോയിട്ടുണ്ട്, സമാധാനം. അതേമാതിരിയാണ് ഈ സംഭവം. കാരണം എല്ലാവർക്കും കയറിയിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ അറിയാം, സ്റ്റേജിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ അറിയാം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ ചെറുക്കും, അഥവാ ഇത് എങ്ങനെ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ മനസ്സ് ബോഡിയെ നിയന്ത്രിക്കുന്ന മാതിരി തന്നെ ബോഡിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സാണ് പറയുന്നത് അയ്യോ പ്രശ്നമാണ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് അങ്ങനെയാണ്, നമ്മൾ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആൾക്കാർ കൂക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് മോശമാവില്ലേ, നമ്മൾ നാണക്കേടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സാണ് നമ്മളോട് പറയുന്നത്. അപ്പം മനസ്സ് ഇത് പറയുമ്പോഴാണ് നമ്മുടെ ദേഹം അതിന് പ്രതികരിക്കുന്നത്. അതിന് പകരം നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്കിൽ അത് നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ദേഹത്തിനെ കൺട്രോൾ ചെയ്യാം. ദേഹത്തിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
സ്റ്റേജിന് മുമ്പിൽ ചെന്ന് നിൽക്കുക. നിന്നിട്ട് നല്ലതായിട്ടുള്ള ദീർഘശ്വാസം എടുക്കുക. ദീർഘശ്വാസം എടുത്താൽ അതിന് ഗുണമുണ്ട്. അതിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നമുക്ക് കാംനെസ് വരും. ശ്വാസം എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ചിരിക്കുക. അപ്പൊ ഈ പയ്യൻ എന്തിനാ ചിരിക്കണേ എന്ന് മനസ്സിനൊരു ക്വസ്റ്റ്യൻ. കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഞാൻ വിചാരിച്ച മാതിരി അല്ല, അവൻ ചിരിക്കുന്നുണ്ട്. അപ്പൊ മനസ്സ് തന്നെത്താനെ തീരുമാനിക്കുമോ പ്രശ്നമൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് പോകുന്നത്, അല്ലെങ്കിൽ അവന് നീ ചിരിക്കേണ്ട കാര്യമില്ല. പിന്നെ മുമ്പിലുള്ളവരെ എല്ലാവരെയും നോക്കി ഒന്ന് നല്ലോണം നോക്കുക, ഐ ടു ഐ കോണ്ടാക്ട്. അതുകൊണ്ട് എന്താ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അവരുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതേമാതിരി തന്നെ അതിൻ്റേതായിട്ടുള്ള ചില വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം ബോണ്ടിങ് ഉണ്ടാക്കാനായിട്ട്. ചില കഥകളൊക്കെ പറഞ്ഞ് അങ്ങനത്തെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില റിയാക്ഷൻസ് ഒക്കെ എടുത്ത് അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ബോണ്ടിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത്, നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും അവർ അത് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ അവരത് അവഗണിക്കും. കാരണം മിസ്റ്റേക്സ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതാണ് രണ്ടാമത്. നമുക്ക് പേടി എന്താ? മിസ്റ്റേക്സ് ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലും വിട്ടിത്തരം പറയും. പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ മദർ ടങ് അല്ല, നമ്മൾ ഇംഗ്ലീഷ് ഒരു നേറ്റീവ് സ്പീക്കർ അല്ല. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ പേടിയാണ്, ഇംഗ്ലീഷ് തെറ്റി. ഇനി അതിനൊരു കഥയുണ്ട്. പണ്ട് സാക്ഷാൽ രാജ്ഞി, ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞി മഹാറാണി ഒരു പ്രസംഗം, ആ പ്രസംഗം 1 മണിക്കൂറുള്ള പ്രസംഗം. ഒരു വിദ്വാൻ, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ, പുള്ളി അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി നോക്കിക്കഴിഞ്ഞപ്പോൾ രാജ്ഞി കുറേ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആൾ ശ്രദ്ധിച്ചു എത്ര മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ട്. അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ 37 മിസ്റ്റേക്കാണ് രാജ്ഞി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഉണ്ടാക്കിയത്. ഒന്ന് ആലോചിക്കണം, ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലീഷ് ജനിച്ച് വളർന്നിരിക്കുന്നത്. ആ ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞിയായ ഏറ്റവും തലതൊട്ട ഉള്ള സിറ്റുവേഷനിലുള്ള ആ രാജ്ഞി 37 മിസ്റ്റേക്ക് ഉണ്ടാവുന്നു. നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഇല്ലാതിരിക്കും, നമ്മളത് അവഗണിക്കാം. മിസ്റ്റേക്സ് ഉണ്ടാവും, ആൾക്കാർ പലപ്പോഴും അത് മനസ്സിലാക്കില്ല. കാരണം സ്റ്റേജിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ 1 മണിക്കൂറൊക്കെ പ്രസംഗിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പല ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, പേടിക്കണം. അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് വന്നാലും അവരറിയാൻ പോകുന്നില്ല. പിന്നെ മിസ്റ്റേക്ക് വന്നാൽ എന്താ? രാജ്ഞിക്ക് മിസ്റ്റേക്ക് വരുത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരുത്തില്ല. അതാണ് ചോദ്യം. അപ്പം തന്നെ നമുക്ക് കുറച്ച് സമാധാനമാണ്, കാരണം പ്രശ്നമല്ല. പിന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മുടെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ശ്രദ്ധിച്ച് ഇരിക്കും, പേടിക്കാനൊന്നുമില്ല. അത് മാത്രമല്ല, നമ്മളെക്കാട്ടിലും എന്തെങ്കിലും തലത്തിൽ കുറച്ചും കൂടി താഴ്ന്ന നിലയിലായിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്നിരിക്കുമല്ലോ. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും താല്പര്യമുള്ളത് കൊണ്ടാണ്, താഴ്ന്നു വരാമെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് അതും പേടിക്കേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അറിയുന്ന സബ്ജക്റ്റ് പോയി സംസാരിക്കാൻ വെച്ചാൽ നമുക്ക് ടെൻഷൻ വരില്ല. ഇത് അറിയാത്ത സബ്ജക്റ്റ് സംസാരിക്കുമ്പോഴാണ് ടെൻഷൻ. അറിയാത്ത സബ്ജക്റ്റ് ആണെച്ചാൽ നമ്മൾ അത് തന്നെ കലക്കി കുടിച്ചിരിക്കണം, അത് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തേ പറ്റൂ. നമുക്ക് സ്റ്റേജിൽ കയറാനും ആദ്യമായിട്ടാണ് കയറുന്നത് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ച് സബ്ജക്റ്റ് എന്താണെന്ന് പറയാനുള്ളത് പഠിച്ചു കഴിഞ്ഞ് ഒരു മിററിൻ്റെ മുമ്പിൽ, ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച് നോക്കണം. അതിന് ചമ്മണ്ട കാര്യമാണ്. ഇത് ആദ്യത്തെ 1 തവണ 2 തവണ 3 തവണ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരില്ല. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വാഗ്ധോരണി എന്നൊക്കെ പറയുന്ന ഇതുള്ള ആ ഒരു പ്രാസംഗികൻ പറഞ്ഞതാണ്, എന്നോട് 1 മണിക്കൂർ പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 5 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം മതി. ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് പ്രസംഗിക്കാം 1 മണിക്കൂർ. അരമണിക്കൂറാണെന്നുണ്ടെങ്കിൽ എനിക്ക് 20 മിനിറ്റ് വേണം പ്രിപ്പറേഷൻ, അരമണിക്കൂർ സംസാരം. 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 1 മണിക്കൂർ പ്രിപ്പറേഷൻ ടൈം വേണം. സോ അതും പറഞ്ഞിട്ട് ഐ ആം ഗുഡ് അറ്റ് എക്സ്റ്റംപോർ സ്പീച്ച്. എക്സ്റ്റംപോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് കൊടുക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതിൽ ഞാൻ നല്ലതാണ്, എനിക്ക് 1 മണിക്കൂർ തരാണ് പ്രിപ്പറേഷൻ. സോ 1 മണിക്കൂർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ്റ്റംപോർ സ്പീച്ച് പറയാൻ പറ്റും. പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആയി, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്നുള്ള കോൺഫിഡൻസ് ആയി. ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ടെൻഷൻ ഇല്ല. നമുക്ക് നമ്മൾ അറിയുന്ന കാര്യമാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ നമുക്കറിയാം ആൾക്കാർക്ക് താല്പര്യമുണ്ട്, അവരുമായിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നമ്മൾ വിഡ്ഢിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് കാര്യമാക്കില്ല, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കില്ല.
ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും കാല് കൂട്ടിയിടിക്കുന്നുണ്ട്, ഹൃദയം ഇടിക്കുന്നുണ്ട്, നമ്മളുടെ ഉള്ളിലത്തെ രക്തമോട്ടം നമുക്ക് ചെവിയിൽ കേൾക്കാനുണ്ട്, വിയർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ്. അത് കോർട്ടിസോളിൻ്റെയും അഡ്രിനാലിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേ മനസ്സമാധാനമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിയർ ഓഫ് ഒരു സ്പീക്കിംഗ് എന്ന ആ എന്താ പറയുക, ഒരു വലിയ ഒരു കൂട്ടത്തിൽ സംസാരിക്കാനുള്ള പേടി മാറി കിട്ടും. 5 or 6 തവണ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ഒരു നെർവസ്നെസ് ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് മഹാരഥന്മാർ പറയുന്നത്. കാരണം അത് നമ്മളെ കൊണ്ട് കുറച്ചുകൂടി നല്ലോണം പെർഫോം ചെയ്യാൻ സാധിപ്പിക്കും. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധരാവും, നമ്മൾ ഫുൾ എഫേർട്ട് എടുക്കും. കുറച്ച് പേടിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ